നമസ്കാരം ചങ്ങായിമാരെ, ഈ കാണുന്നത് നമ്മുടെ ഷാർജയിലുള്ള അൽ ലയ്യ കനാൽ പ്രൊജക്റ്റാണ്. ഇതിൻ്റെ ഇനാഗുറേഷൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ഷാർജ ഭരണാധികാരി സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ കാസ്മി നിർവഹിച്ചിരുന്നു. 2023 ജനുവരിയിൽ ആരംഭിച്ച ഈ ഒരു പദ്ധതിയിൽ ഒരുപാട് ജോലികളുണ്ടായിരുന്നു. കുഴിക്കലും അതുപോലെ പാലം നിർമ്മാണവും അങ്ങനെ ഒരുപാട് സംഭവങ്ങളിൽ ഉൾപ്പെടുന്നു. കടലിനോട് ചേർന്നുള്ള വലിയൊരു പ്രദേശം കംപ്ലീറ്റ് കുഴിച്ച് അവിടെ കടൽ വെള്ളം കടത്തിവിട്ടായിരുന്നു ഈ ഒരു നിർമ്മാണ പദ്ധതി. അൽ ആലം ദ്വീപ്, കാലി തടാകം തുടങ്ങിയ ലഗൂണുകളിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം കടലിലേക്ക് ഒഴുക്കിവിട്ട് ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണിത്. ഈ ഒരു പ്രൊജക്റ്റിലും നമ്മുടെ മലയാളി കൈകൾ ഇവിടെയുണ്ട്. നമ്മുടെ സമദ് ഭായ്, പുള്ളിക്കാരനോട് തന്നെ കാര്യങ്ങൾ കൂടുതൽ ചോദിച്ചറിയാം. ഞാൻ അബ്ദുൽ സമദ് ജേക്കബ്സിൽ വർക്ക് ചെയ്യുന്നു. നമ്മളിപ്പോൾ ഷാർജ ലയ്യ കനാൽ പ്രൊജക്റ്റിൻ്റെ ഓഫീസിലാണുള്ളത്. നമ്മളിവിടെ ഷാർജയുടെ കോർണിഷ് ഭാഗത്തായിട്ടുള്ള ഖാലിദ് ലഗൂൺ, അതുപോലെ തന്നെ 2-3 ലഗൂൺസ് ഉണ്ട്. ഈ ലഗൂൺസിൻ്റെ വെള്ളം ഭയങ്കരമായിട്ട് മലീമസ് ആവുന്നുണ്ട്, ഭയങ്കരമായിട്ട് ഡേർട്ടി ആവുന്നുണ്ട്, കണ്ടാമിനേറ്റഡ് ആവുന്നുണ്ട്. അപ്പോൾ അതൊരു വലിയൊരു ത്രെട്ടാണ്. അവിടെ ഉള്ള മൊത്തം ഒരു ഹാബിറ്റാറ്റിന് തന്നെ മൊത്തം പ്രശ്നമാകുന്ന രീതിയിലാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ വെള്ളത്തെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രൊജക്റ്റ് ഗവൺമെൻറ് ചെയ്തത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കെട്ടിക്കിടക്കുന്ന വെള്ളം അത്യാവശ്യം നല്ല ഫ്ലോ ഒന്നുമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഒരു ലാൻഡ് ഉണ്ട്. ആ ലാൻഡിനെ കട്ട് ചെയ്ത് കടലിലേക്ക് വിടുകയാണ് ചെയ്തത്. അപ്പം ആ വെള്ളം സർക്കുലേറ്റ് ചെയ്ത് അതിൻ്റെ വെള്ളം പ്യൂരിഫൈ ചെയ്യും, ശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രൊജക്റ്റ് ചെയ്തത്. ഷാർജയിലെ ലയ്യ കനാലിലാണ് ബ്രേക്ക് വാട്ടർ എന്ന് പറയുന്ന പോർഷനിലൂടെയാണ് നമ്മളിപ്പോൾ ഇങ്ങനെ പോകുന്നത്. ലാസ്റ്റ് എൻഡ് വരെ നമുക്ക് പോകാൻ പറ്റും. ഇത്രയും കാര്യങ്ങളാണ് ഇതിന് മെയിനായിട്ടുള്ളത്. ഒരു നല്ലൊരു പ്രൊജക്റ്റാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു വെള്ളത്തിനെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് ചെയ്തൊരു പ്രോജക്റ്റ്. ഈ ഒരു സ്ഥലത്തിൻ്റെ പരിപാടികൾ കംപ്ലീറ്റ് ആയിട്ടില്ല. ഇവിടുത്തെ കുറേ ഡെവലപ്മെൻറ്റ്സും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ടൂറിസത്തിൻ്റെ ആ ഒരു ഡെവലപ്മെൻറ്റും കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ ഇത് ഷാർജയിൽ തന്നെ അറിയപ്പെടുന്ന ഏറ്റവും വലിയൊരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് മാറുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം ഇവിടെ വന്നപ്പോൾ തന്നെ എനിക്കത് മനസ്സിലാക്കാൻ പറ്റി. ഒരു പ്രത്യേകത, ഭയങ്കരമായൊരു കാറ്റും കടലിനോട് ചേർന്ന് നടന്നു പോകാൻ പറ്റുന്ന ഈ ഒരു പ്രൊജക്റ്റ് ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല കേട്ടോ. വന്നപ്പോൾ ഞാനൊന്ന് ഞെട്ടിപ്പോയി.